അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് അപ്പൊ നമ്മള് നിന്ന ഹോട്ടലത് താമസിച്ച റൂം. ഓ ഓക്കെ ഓക്കെ എടുത്ത അപ്പൊ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളിതൊന്ന് റൂം ഒന്ന് കാണിച്ചില്ല കേട്ടോ. ഓ ആ കഴിച്ചോ. നമ്മളെ ഇതാണ് നമ്മളെ ലോഡ്ജ് കേട്ടോ. ലോഡ്ജല്ല താമസിക്കുന്നത് ലോഡ്ജ് പോലെ തന്നെ. അവിടെ ഈത്തെ ഒരു 8 റൂമേ ഉള്ളൂ. ഇവിടുന്ന് നേരക്ക് നോക്കി നമുക്ക് ഹോസ്പിറ്റൽ കാണാം. അതാണ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി അല്ല കേട്ടാ. അപ്പൊ നമ്മളിത് തൊട്ടടുത്ത് താമസിച്ചത്. അപ്പൊ ഇതാണ് ഓയോ അല്ല ഓവോ 250. ഇതാണ് നമ്മളെ റൂം. ഒരാഴ്ച കണ്ണൻ എന്തുവാ ഇൻസ്റ്റഗ്രാം കളിയെ പാക്ക് ചെയ്തെല്ലാം പാക്ക് ചെയ്ത് ഇല്ല. അപ്പൊ നമ്മളിവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് നേരെ ഇവിടുന്ന് വിടുകയാണ്. അത് കഴിഞ്ഞ് കൊച്ചിനൊന്ന് ചെവി ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട്. അപ്പൊ ചെവിയും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഷാരൂരിൽ പോയി കാണാം. അപ്പൊ ഒരാഴ്ചക്ക് ശേഷം നമ്മള് റൂം വെക്കേറ്റ് ചെയ്തു. എന്ത് പറയാ, അതൊക്കെ മതി, വിരിക്കൊന്നും വേണ്ട. നമ്മള് കറ്റില് വാങ്ങിച്ചിരുന്നു. കറ്റില് അണ്ണാ മതിടാ. ഒരാഴ്ചക്ക് ശേഷം നമ്മള് റൂം വെക്കേറ്റ് ചെയ്ത് താക്കൂര് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ശരി, അപ്പൊ നമ്മൾ വിട്ടിട്ടാ ബാഗ് ഞാൻ പിടിച്ചു. ദേവോ അവൻ താഴത്തുണ്ടോ? നമുക്ക് ബാഗൊക്കെ നമ്മളെ എക്സലന്റ് അവിടെ കൊണ്ടുപോയിക്കാം. നമ്മളെ ബാഗ് കേട്ടാ. ഷാലുവിന്റെ ബാഗ് വന്നിട്ടില്ല. നമ്മളിനി ഷാലുവിനെ കാത്തു നിൽക്കട്ടോ. എന്താ വെച്ചാല് ഷാലുവിനെ കൊണ്ടുവരാൻ വേണ്ടി ചേച്ചി പോയിട്ടുണ്ട്. വേണ്ട, ഇപ്പൊ 2 ബാഗ് താഴത്തേക്ക് കൊണ്ടുവന്ന്. ഇവിടുത്തെ ലിഫ്റ്റ് എന്തോ കംപ്ലൈന്റ് ആണ്. ലിഫ്റ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് നമുക്കതാ ആള് അവിടെ നിന്ന് നടന്ന് തന്നെ വരണം. 3-ാം നിലയിന്ന് ആള് നടന്ന് തന്നെ വരണം. ദേവു, അപ്പൊ നമ്മള് ആ ചേച്ചിനെ കാത്തിക്കാണ്. വേണ്ട ചേച്ചി പാവം നടന്ന് വയ്യാതെ ആവുന്നുണ്ട്. ചേച്ചി ഇവിടെ തന്നെ എല്ലുകൂടെ നമുക്ക് ഒരുമിച്ചുണ്ടോ? എല്ലുകൂടെ ഒരുമിച്ചുണ്ടോ? ഇനി ശാലും കൂടി വരാണ്ട്. ശാലു താഴത്തേക്ക് വരുന്നുണ്ട്. കണ്ണാ, ദേവു, അമ്മ വരുന്നുണ്ട്. വാ വാ വാ. ദൈവത്തെ നീല വെച്ച അമ്മ എവിടെയെന്ന്. അത് അമ്മതാ. അമ്മ തേടി അമ്മ എടുത്ത് പോ. അമ്മ വേണ്ടേ? അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞപ്പോ അമ്മയും മലീനും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പൊ നമ്മള് കൊച്ചിന് കേൾവി ടെസ്റ്റ് ചെയ്യണം. എന്താ വെച്ചാൽ ഇവിടുത്തെ മെഷീൻ എന്താ കംപ്ലൈന്റ്. അപ്പൊ വെളിയിൽ പോയി ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മള് പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാ. ഓക്കെ, തൊട്ടടുത്ത് തന്നെയാ ഹോസ്പിറ്റലിൽ, തൊട്ടടുത്ത് തന്നെയാ. അയ്യോ എന്നിട്ടും തീരാത്ത ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെയാ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാ. ഇവിടുന്ന് കണ്ട് ഒരു 50 മീറ്റർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് തൊട്ടടുത്ത് ഞാൻ കാണുന്നു. ഇന്നലെ നമ്മൾ പോയി അന്വേഷിച്ചില്ല. അവിടെ തന്നെ ഇത് ഇവിടെ തന്നെ ആ അറ്റത്ത് നമ്മള് ഇന്നലെ പോയി അന്വേഷിച്ചില്ലേ അത്. ഇതാണ് സ്ഥാപനം.
നമ്മൾ ചെവിയും ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പോൾ എത്തിയിട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. പെട്ടെന്ന് കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് ഇല്ല, 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. എൻ്റെ കൊച്ച് നല്ല കിടന്ന് ഉറങ്ങണോണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അപ്പം എന്തായാലും ബാക്കി നമുക്ക് എന്തായാലും വേഗം ഇവിടുന്ന് വിടാൻ നോക്കാം. വണ്ടി വരാണ്ട്. നമ്മളിവിടുന്ന് അമ്മയും കുഞ്ഞിനും ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് വണ്ടി ഉണ്ട് വീട് വരാൻ. അപ്പോൾ അതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക്. വണ്ടി വന്നു കേട്ടോ. ഇത് അമ്മയും കുഞ്ഞിനും കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുന്ന് വണ്ടി ഉണ്ട് ഫ്രീ ആയിട്ട്. ഇതാക്കണം അമ്മ. ദേവു, എന്നാ വണ്ടി ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് തരാം. അവിടെ വണ്ടി ഉള്ളു. ഓക്കെ, അപ്പൊ പോവട്ടാ. നീ എവിടെ ഫ്രണ്ടിലാ? ഇന്ന് ബാക്കിലിരുന്നോ? ബസ്സില്ല. എന്തെങ്കിലും പറഞ്ഞാൽ മതി. കണ്ണ രക്ഷപ്പെട്ട്. ദേവു, അച്ചോടെ വണ്ടി വരാം. അത് ബസ്സില്ല, അവളെ ഞാൻ നോക്കിയോളാം. കൊച്ചിക്കാൻ മാറിക്കൊടു, കൈ മാറിക്കൊടു. ആ ബാഗിന്ന് കൈ പിടിച്ചു. ഓക്കെ ദേവു, അച്ഛനോട് വണ്ടി വരാം. വേണാ? എന്നാ വാ, പൊത്തിക്ക് ഇറങ്ങ്. കിടന്നു തുടങ്ങിയാ? ഞാനാ വണ്ടി നിൽക്കുക, നല്ല വാക്കം വരിക. ഒന്ന് വാങ്ങിക്കടായെങ്കിലും. എണ്ണക്ക് ആദ്യമായിട്ട് കൊച്ചിനെ എടുക്കണ്ട, ജനിച്ച കൊച്ചിനെ അല്ലേ? പിന്നല്ലാതെ സ്ഥലം കറക്റ്റ് സ്കൂള്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ബേബീനായിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് കുട്ടീനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കാറിലെ യാത്ര എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഛർദിലും അങ്ങനെയൊക്കെ വയ്യാണ്ടായി. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്. Go, 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 go.